भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 626 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 55 അധ്യായത്തിൽ 12 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഭഗവാന്റെയും രുക്മിണീദേവിയുടെയും ആദ്യപുത്രനായ പ്രദ്യുമ്നൻ്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രദ്യുമ്നനെ ശംബരൻ എന്ന അസുരൻ കടലിൽ കൊണ്ടുപോയി മുക്കിക്കൊല്ലാനായിട്ട് കടലിൽ കൊണ്ടുപോയിട്ടു എന്നും ആ കുഞ്ഞിനെ ഒരു വലിയ മത്സ്യം വിഴുങ്ങിയെന്നും ആ മത്സ്യത്തെ മുക്കുവന്മാർ പിടികൂടി ഇതേ ശംബരാസുരൻ്റെ കൊട്ടാരത്തിൽ തന്നെ കാഴ്ചയായി സമർപ്പിച്ചു. അതിനെ ആ മത്സ്യത്തെ മുറിച്ച ആളുകൾ നോക്കുമ്പോൾ അതിനകത്തൊരു കുഞ്ഞിനെ കാണുകയും ആ കുഞ്ഞിനെ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ആ കൊട്ടാരത്തിലെ അരിവെപ്പുകാരിയായ മായാവതി വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്നുവരെയുള്ള രംഗങ്ങളൊക്കെയാണ് നമ്മൾ അനുസ്മരിച്ചത്. തൻ അമ്മയെന്ന് വിളിച്ചിരുന്ന ആ സ്ത്രീ അല്ലെങ്കിൽ തൻ്റെ അമ്മ മാതൃഭാവം അതിക്രമ്യ വർത്തസേ കാമിനീയഥ എന്ന് കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കാമുകിയെപ്പോലെ പെരുമാറുന്നത് എന്ന് തോന്നി പ്രദ്യുമ്നന്. യൗവനത്തിലേക്ക് എത്തിയപ്പോൾ പ്രദ്യുമ്നൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ആ മായാവതി അല്ലെങ്കിൽ കാമദേവൻ്റെ അവതാരമായ പ്രദ്യുമ്നൻ്റെ പത്നിയായ കാമദേവൻ്റെ പത്നിയായ രതി എന്ന മായാവതി സംസാരിക്കാനായിട്ട് തുടങ്ങി. ഭവാൻ നാരായണസുത ശംബരേണ ആഹൃതോ ഗൃഹാൽ അഹം തേ അധികൃതാ പത്നി രതികാമോ ഭവാൻ പ്രഭോ നാരായണസുത ഭവാൻ ഗൃഹാത് ശംബരേണ ഹൃത. പറഞ്ഞു, നാരായണൻ്റെ പുത്രനായ അങ്ങ് ഗൃഹത്തിൽ നിന്നും ശംബരനാൽ ഹരിക്കപ്പെട്ടു. ഹേ പ്രഭോ, അങ്ങ് കാമഹ, അങ്ങ് മന്മഥനാണ്, കാമദേവനാണ്. അഹം തേ അധികൃത പത്നി, ഞാൻ അങ്ങയുടെ അധികാരപ്പെട്ട പത്നി തന്നെയാണ്, ആ രതിയാണ് ഞാൻ എന്ന്. ഇപ്പം ഇവിടെ
ശംബരേണ ആഹൃത എന്നും ശംബരേണ ഹൃതോഗൃഹാൽ രണ്ട് തരത്തിലും പറയാറുണ്ട്. രണ്ടായാലും അതിൽ തെറ്റില്ല എന്ന് തന്നെ. ഞാൻ അങ്ങയുടെ പ്രിയപ്പെട്ട പത്നിയായ രതിയാണ്, അങ്ങ് കാമദേവനാണ്. ഏഷത്വാ നിർദ്ദശം സിന്ധാവക്ഷിപശംബരോസുര മത്സ്യോഗ്രസിൽ തതുദരാദിഹ പ്രാപ്തോ ഭവാൻ പ്രഭോ. ഏഷ അസുര, ഈ ശംബരൻ എന്ന അസുരൻ അനിർദ്ദശം 10 ദിവസം പോലും തികയാത്ത അങ്ങയെ സിന്ധൗ അക്ഷിപൽ സമുദ്രത്തിലേക്ക് എറിഞ്ഞു. മത്സ്യ അഗ്രസിൽ മത്സ്യം അങ്ങയെ ഗ്രസിച്ചു. തതുദരാൽ ആ മത്സ്യത്തിൻ്റെ വയറിൽ നിന്ന് പ്രഭോ ഭവാൻ ഇഹ പ്രാപ്ത, ആ വയറിലൂടെയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. മത്സ്യം വിഴുങ്ങിയതും ആ മത്സ്യത്തെ ഇവിടെ കൊണ്ടുവന്നതും അതിനെ മുറിച്ചപ്പോൾ അങ്ങയെ കിട്ടിയതും ഒക്കെ ആയിട്ടുള്ള രംഗങ്ങൾ രതി അവിടെ പറഞ്ഞു കൊടുത്തു. തമിമം ജഹി ദുർധർഷം ദുർജയം ശത്രുമാത്മന മായാശതവിധം തം ച മായാഭിർമോഹനാദിഭി. ദുർധർഷം ദുർജയം മായാശതവിധം ആത്മനഃ ശത്രു. ദുർധർഷം അതിക്രമിക്കാൻ കഴിയാത്ത, കീഴടക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പ്രയാസമുള്ള, ദുർജയം ജയിക്കാൻ കഴിയാത്ത, മായാശതവിധം പലതരത്തിലുള്ള നൂറുകണക്കിന് മായാവിദ്യകൾ അറിയുന്ന, ആത്മനഃ അങ്ങയുടെ ശത്രു, ആ ശത്രുവായിരിക്കുന്ന തം ഇമം ആ ഇവനെ മോഹനാദിഭി മോഹനം തുടങ്ങിയ മായാവിദ്യകളെ കൊണ്ട് മായാഭി ത്വം ജഹി അങ്ങ് നിഗ്രഹിക്കൂ എന്നാണ്. അവനെ ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിലും അവൻ പ്രയോഗിക്കുന്ന മായാവിദ്യകൾക്ക് പ്രതിക്രിയയായി മോഹനാദിഭി മോഹനം തുടങ്ങിയ ജൃംഭണ അസ്ത്രങ്ങളിലൂടെ മായാവിദ്യകളിലൂടെ ഒക്കെ അങ്ങ് സംഹരിക്കണം. പരിശോചതി തേ മാതാ കുരരീവ ഗതപ്രജ പുത്രസ്നേഹാകുലാദീന വിവത്സാ ഗൗരിവാകുല. അങ്ങയുടെ അമ്മ ഗതപ്രജ കുരരി ഇവ, കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു കുരരി പക്ഷിയെപ്പോലെ, വിവത്സ ആകുല ഗൗ ഇവ, കുട്ടിയെ നഷ്ടപ്പെട്ട ഒരു പശുവിനെ പോലെ, പുത്രസ്നേഹാകുല പുത്രസ്നേഹം കൊണ്ട് ആകുലയായി, ദീന പരിശോചതി ഇപ്പോൾ ദുഃഖിതയായി എപ്പോഴും ക്ലേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലമായിട്ട് അങ്ങയെ കാണാതെ വിഷമിക്കുന്നു രുക്മിണി ദേവി, ഭഗവാന്റെ പ്രിയപ്പെട്ട പത്നി, അങ്ങയുടെ അമ്മ ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രഭാഷ്യേവം ദദൗ വിദ്യാം പ്രദ്യുമ്നായ മഹാത്മനെ മായാവതി മഹാമായാം സർവമായാവിനാശിനിം. ഇങ്ങനെ പ്രഭാഷ്യ പറഞ്ഞിട്ട്, പ്രകർഷേണ ഭാഷണം ചെയ്തിട്ട്, മായാവതി മായാവതി എന്നു പേരുള്ള ആ രതീദേവി മഹാത്മനെ മഹാത്മാവായ പ്രദ്യുമ്നന് സർവമായാവിനാശിനിം എല്ലാ മായകളെയും ഇല്ലാതെയാക്കുന്ന മഹാമായാം വിദ്യ മഹാമായ എന്ന വിദ്യയെ ദദൗ കൊടുത്തു എന്നാണ്. മായാവതി പേരുപോലെ തന്നെയാണ്, മായാവിദ്യകളൊക്കെ അറിവുള്ളവളാണ്. അങ്ങനെ മഹാമായാവിദ്യയെ മഹാത്മാവായ പ്രദ്യുമ്നന് ആ ദേവി, ആ രതി അല്ലെങ്കിൽ മായാവതി നൽകി. സച ശംബരമഭ്യേത്യ സംയുഗായ സമാഹ്വയൽ അഭിഷഹ്യൈസ്തമാക്ഷേപൈക്ഷിപൻ സഞ്ജനയൻ കലിം. സച ആ പ്രദ്യുമ്നനും ശംബരനെ അഭ്യേത്യ ശംബരൻ്റെ അടുത്ത് ചെന്നിട്ട്, അഭിഷഹ്യൈ ആക്ഷേപൈ ഒട്ടും തന്നെ സഹിക്കാവുന്നതല്ലാത്ത ആക്ഷേപങ്ങൾ കൊണ്ട്, ആ കലിം സഞ്ജനയൻ അവനിൽ ദ്വേഷത്തെ ഉണ്ടാക്കി, അവനിൽ ക്രോധത്തെ ഉണ്ടാക്കി, സയ്യുഗായ തം സമാഹയൽ യുദ്ധത്തിനായിട്ട് വിളിച്ചു, പോരിന് വിളിച്ചു. അവന് പ്രദ്യുമ്നൻ ശംബരൻ്റെ നേർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത നിന്ദാവാക്കുകൾ പ്രയോഗിച്ചു. അത് കേൾക്കുമ്പോൾ സാമാന്യ നിലയ്ക്ക് എല്ലാവർക്കും ദേഷ്യം വരും. ഇവിടെയും അതെ, ആ ദേഷ്യത്തെ ഉണ്ടാക്കിയിട്ട് യുദ്ധത്തിനായിട്ട് വിളിച്ചു. സോധിക്ഷിപ്തോ ദുർവചോഭി പാദാഹത ഇവോഗ്രഗ നിശ്ചക്രാമ ഗദാപാണിരമർഷാ താമ്രലോചന. ദുർവചോഭി ആ ദുഷിച്ച വാക്കുകൾ കൊണ്ട്
അധിക്ഷേപിക്കപ്പെട്ട അവൻ പാദാഹത ഉരഗ ഇവ ചവിട്ടേറ്റ പാമ്പിനെ പോലെ അമരിഷാൽ ദേഷ്യം കൊണ്ട് താമ്രലോചന ആ തുടുത്ത കണ്ണുകളോ ചുവന്ന കണ്ണുകളോടുകൂടി ഗദാപാണി നിശ്ചക്രാമ കയ്യിൽ വലിയൊരു ഗദയും എടുത്തും കൊണ്ട് ഗോപുരത്തിൻ്റെ പുറത്തേക്ക് വന്നു. അതിഗംഭീരമായ യുദ്ധത്തിനുള്ള തുടക്കം. ഗദാമാവിദ്യതരസ പ്രദ്യുമ്നായ മഹാത്മനെ പ്രക്ഷിപ്യ വ്യനദന്നാദം വജ്രനിഷ്പേഷ നിഷ്ഠുരം തരസ ഗദാം ആവിദ്യ. ഉടനെ തന്നെ ഗദ എടുത്തിട്ട് മഹാത്മനെ ധീരനായ പ്രദ്യുമ്നൻ്റെ നേർക്ക് പ്രക്ഷിപ്യ ഗദ ആ പ്രദ്യുമ്ൻ്റെ നേർക്ക് പ്രയോഗിച്ചിട്ട് വജ്രനിഷ്പേഷ നിഷ്ഠുരം ഇടിപോലെ കഠിനമായ നാദം വ്യനതൽ അതിഗംഭീരമായ ശബ്ദമുണ്ടായി എന്നാണ്. വജ്രനിർഘോഷം പോലെ ഗംഭീരമായിട്ടുള്ള ശബ്ദം പ്രകടിപ്പിക്കുന്നു അതിഭയങ്കരനായിരിക്കുന്ന ശംബരാസുരൻ. താമാപതന്തിം ഭഗവാൻ പ്രദ്യുമ്നോ ഗദയാം ഗദാം അപാസ്യ ശത്രവേ ക്രുദ്ധ പ്രാഹിണോൽ സ്വഗദാം നൃപ. പരീക്ഷത്തെ ഭഗവാൻ പ്രദ്യുമ്ന ഐശ്വര്യപൂർണനായ ശ്രീകൃഷ്ണൻ്റെ പുത്രൻ കൂടിയായിട്ടുള്ള ആ പ്രദ്യുമ്നൻ ആപതന്തിം തനിക്ക് നേരെ വരുന്ന താം ഗദാം ആ ഗദയെ ഗദയാ അപാസ്യ തൻ്റെ ഗദ കൊണ്ട് അടിച്ചിട്ട് ക്രുദ്ധ ദേഷ്യപ്പെട്ടിട്ട് സ്വഗതാം ശത്രവേ പ്രാഹിണോൽ തൻ്റെ ഗദയെ ശത്രുവിൻ്റെ നേർക്ക് പ്രയോഗിച്ചു. സചമായാം സമാശ്രിത്യ ദൈതേയും മയദർശിതാം മുമുചേസ്ത്രമയം വർഷം കാഷ്ണൗ വൈഹായ സോസുര. മയദർശിതാം ദൈതേയും മായാം മയനാൽ നിർമ്മിക്കപ്പെട്ട അതുകൊണ്ട് മായ എന്ന് പറയുന്ന ആ ദൈതേയും മായാം അസുരന്മാരെ സംബന്ധിച്ചിട്ടുള്ള മായയെ ആശ്രയിച്ച് വൈഹായസ ആകാശത്തിൽ പ്രവേശിച്ച സ അസുര ആകാശത്തിൽ എത്തിയ ആ ദൈതേയൻ ആ അസുരൻ കാർഷ്ണൗ അസ്ത്രമയം വർഷം കാർഷ്ണി കൃഷ്ണൻ്റെ പുത്രനായ പ്രദ്യുമ്നനിൽ അസ്ത്രമയം വർഷം ശരവർഷത്തെ ഉണ്ടാക്കിയെന്നാണ്. ശംബരാസുരൻ മയൻ പഠിപ്പിച്ച വിദ്യകളിലൂടെ ശരമാരി തീർത്തു പ്രദ്യുമ്നൻ്റെ നേരെ. പ്രദ്യുമ്നനോ ബാധ്യമാനോസ്ത്രവർഷേണ രൗക്മിണയോ മഹാരഥ സത്വാത്മികാം മഹാവിദ്യാം സർവമായോപമർദിനിം. അസ്ത്രവർഷേണ ബാധ്യമാന ആ ശരവർഷം കൊണ്ട് ബാധിക്കപ്പെട്ട മഹാരഥ രൗക്മിണയ ഏറ്റവും മഹാരഥനായ അതിഗംഭീരമായ യുദ്ധസാമർഥ്യമുള്ള ആ രൗക്മിണയൻ രുക്മിണീപുത്രൻ സർവമായോപമർദിനിം സത്വാത്മികാം മഹാവിദ്യാം പ്രായുക്ത. അവിടെ തിരിച്ച് സത്വഗുണപ്രധാനമായിരിക്കുന്ന മഹാവിദ്യയെ തിരിച്ച് പ്രയോഗിച്ചു. അവിടുന്ന് ആസുരീയമായ വിദ്യ അങ്ങോട്ട് പ്രയോഗിച്ചപ്പോൾ ഇവിടുന്ന് സത്വഗുണാത്മകമായിരിക്കുന്ന മഹാവിദ്യയെ അങ്ങോട്ട് പ്രയോഗിച്ചു ആ മഹാമായ കൊണ്ട്. തതോ ഗൗഹ്യക ഗാന്ധർവ പൈശാചോരഗരാക്ഷസി പ്രായുക്ത ശതശോ ദൈത്യ കാർഷ്ണിർവ്യഥമയൽ സതാ. തഥാ ആ ദൈത്യ അത് കഴിഞ്ഞ് ആസുരൻ ഗൗഹ്യക ഗാന്ധർവ പൈശാചോരഗരാക്ഷസി ഗുഹ്യകന്മാർ ഗാന്ധർവന്മാർ പിശാചുക്കൾ സർപ്പങ്ങൾ രാക്ഷസന്മാർ ഇവരുടെ എല്ലാ വിദ്യകളും ശതശഃ പ്രായുക്ത പലതരത്തിൽ പ്രയോഗിച്ചു. സ കാർഷ്ണി താ വ്യഥമയൽ കാർഷ്ണി കൃഷ്ണപുത്രനായിരിക്കുന്ന പ്രദ്യുമ്നൻ അതിനെ മുഴുവൻ തകർക്കുകയും ചെയ്തു. നിശാതമസി മുദ്യമ്യ സകിരീടം സകുണ്ടലം ശംബരസ്യ ശിരക്കായാൽ താമ്രശ്മശ്രോജസാഹരൽ. നിശാതം അസി ഉദ്യമ്യ അതിഭയങ്കരമായിരിക്കുന്ന വാളുയർത്തിയിട്ട് സകിരീടം സകുണ്ടലം കിരീടവും കുണ്ടലങ്ങളോടും കൂടിയ താമ്രശ്മശ്രു താമ്രങ്ങളായ ചെമ്പിച്ച രോമങ്ങളോടുകൂടിയ ശംബരസ്യ ശിരഹ ആ ശംബരാസുരൻ്റെ ശിരസ്സിനെ കായാത് ഓജസ അഹരൽ ആ ദേഹത്തിൽ നിന്നും തൻ്റെ ശക്തി കൊണ്ട് ഓജസ് കൊണ്ട് ബലം കൊണ്ട് അഹരൽ അതിനെ
ഹരിച്ചു. അവൻ്റെ കഴുത്ത് അതിഭയങ്കരമായ വാളെടുത്ത് പ്രദ്യുമ്നൻ മുറിച്ച് താഴെയിട്ടു എന്ന് പറയുന്നു. എന്നിട്ടോ ആഗീര്യമാണോ ദിവിജയ് സ്തുവദ്ഭി കുസുമോൽക്കരൈ ഭാര്യാംബരചാരിണ്യ പുരം നീതോ വിഹായസ. സ്തുവദ്ഭി ദിവിജയ് കുസുമോത്കരൈ ആഗീര്യമാണ. സ്തുതിക്കുന്ന ദേവന്മാര് ചെയ്യുന്ന പുഷ്പവൃഷ്ടിയിൽ ആ രീതിയിൽ, അതുകൊണ്ട് ആ പുഷ്പവൃഷ്ടിയിൽ പ്രദ്യുമ്നൻ്റെ നേരെ പുഷ്പവൃഷ്ടി ചെയ്തു. അവിടെ അതുകൊണ്ട് ആച്ഛാദിതനായി, അതുകൊണ്ട് മൂടപ്പെട്ട് ആകാശത്തിലൂടെ അംബരചാരിണ്യ ഭാര്യ, ആ ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഭാര്യയോടുകൂടി വിഹായസ, ആകാശത്തിൽ കൂടി തന്നെ പുരം നീത, രാജധാനിയിലേക്ക് എത്തിച്ചേർന്നു. ഏത് രാജധാനി? കൃഷ്ണൻ്റെ ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. അന്തഃപുരവരം രാജൻ ലലനാശതസങ്കുലം വിവേശപത്ന്യ ഗഗനാൽ വിദ്യുതേവ ബലാഹക. പരീക്ഷത്തെ ഗഗനാൽ വിദ്യുത ബലാഹക ഇവ. ആകാശത്തിൽ ആ മിന്നൽ പിണറുകളോട് കൂടിയ മേഘജാലം എന്നതുപോലെ, മിന്നൽ പിണർ പോലെ രതീദേവിയും മേഘ തുല്യനായി സാക്ഷാൽ പ്രദ്യുമ്നനും. അങ്ങനെ പത്നിയ ലലനാശതസങ്കുലം, ഭാര്യയോടുകൂടി അനേക സ്ത്രീകളോടുകൂടിയ അന്തഃപുരം, ശ്രേഷ്ഠമായ അന്തഃപുരം, അന്തഃപുരവരം ശ്രേഷ്ഠമായ അന്തഃപുരത്തിലേക്ക് വിവേശ എത്തിച്ചേർന്നു. തം ദൃഷ്ടം ജലദശ്യാമം പീതകൗശേയവാസസം പ്രലംബബാഹും താമ്രാക്ഷം സുസ്മിതം രുചിരാനനം സ്വലങ്കൃതമുഖാംഭോജം നീലവക്രാളകാളിഭി കൃഷ്ണം മത്വാ സ്ത്രിയോ ഹ്രീത നിലുല്ലു തത്ര തത്ര. ദൃഷ്ടുവ തം ദൃഷ്ടുവ, അവരെ കണ്ടിട്ട് സ്ത്രീകൾ കൃഷ്ണൻ മത്വ, കൃഷ്ണം മത്വ, കൃഷ്ണൻ എന്ന് വിചാരിച്ചിട്ട് ഹ്രീത തത്ര തത്ര നിലുല്ലു, അവിടെ എവിടെയായിട്ട് നിന്നു. അവർ വല്ലാത്ത ലജ്ജയുണ്ടായി അവർക്ക് എന്ന്. എങ്ങനെയുള്ള ആ പ്രദ്യുമ്നനെയാണ്, അതാണ് പറഞ്ഞത്. ജലദശ്യാമം, മേഘം പോലെ ആ കറുത്ത്, പീതകൗശേയവാസസം, നല്ല മഞ്ഞപ്പട്ടുടുത്ത്, പ്രലംബബാഹും, അജാനബാഹു, നീണ്ട കൈകൾ, താമ്രാക്ഷം, തൊടുത്ത കണ്ണുകൾ, അരുണവർണ്ണമുള്ള കുറച്ചൊരു ചുവപ്പുള്ള കണ്ണുകൾ പൗരുഷത്തിൻ്റെ ലക്ഷണമായിട്ടാണ് പറയുക. സുസ്മിതം, മന്ദഹാസം, രുചിരാനനം, മനോഹരമായ മുഖം, നീലവക്രാളകാളിഭി, ആ കാർക്കൂന്തൽ, അറ്റം മാത്രം ചുരുണ്ടിരിക്കുന്ന കുറുനിരകളാകുന്ന വണ്ടുകളാൽ സ്വലങ്കൃത മുഖാംഭോജം, ഏറ്റവും അലങ്കരിക്കപ്പെട്ട മുഖാരവിന്ദത്തോടുകൂടി. ഇതൊക്കെ കാണുമ്പോൾ ആരാണെന്ന് തോന്നും? കൃഷ്ണനാണെന്ന് തോന്നും. അങ്ങനെ കൃഷ്ണനാണ് ഈ രതീദേവിയോടുകൂടി വരുന്നത് എന്ന് വിചാരിച്ചു. രതീദേവി അതിസുന്ദരി. അതേപോലെ തന്നെ കാമദേവൻ്റെ അവതാരവും സാക്ഷാൽ കാമോപമൻ്റെ പുത്രനുമായിരിക്കുന്ന പ്രദ്യുമ്നനോ അതിലേറെ സുന്ദരൻ. അങ്ങനെ ആ ശ്രീകൃഷ്ണനാണെന്ന് വിചാരിച്ച് അന്തഃപുരത്തുള്ള സ്ത്രീകൾക്കൊക്കെ ചെറിയ ലജ്ജയുണ്ടായി എന്നാണ്. അവധാര്യ ശനൈരീഷൽ വൈലക്ഷണ്യേന യോഷിത ഉപജഗ്മുപ്രമുദിത സസ്ത്രീരത്നം സുവിസ്മിത. ഈഷദ്വൈലക്ഷണ്യേന, അല്പമായ അടയാളഭേദം, ചെറിയൊരു വ്യത്യാസം. എന്താ? പീലിത്തിരുമുടി ഇല്ല. ശനൈ അവധാര്യ, അത് മനസ്സിലാക്കി. അപ്പം അത് കൃഷ്ണനല്ല എന്ന് മനസ്സിലായി. പ്രമുദിത യോഷിത സസ്ത്രീരത്നം ഉപജഗ്മു, ആ സ്ത്രീരത്നത്തോടു കൂടിയിട്ടുള്ള പ്രദ്യുമ്നൻ്റെ അടുത്തേക്ക് എത്തി. സുവിസ്മിത, അവർക്ക് വലിയ വിസ്മയം ഉണ്ടായി. കൃഷ്ണനാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പതുക്കെ പതുക്കെ അവർക്ക് മനസ്സിലായി കൃഷ്ണനല്ല. പ്രധാനമായിട്ട് എന്താ? അത് ഭഗവാന്റെ പോലെ ആ പീലിത്തിരുമുടി കാണാനില്ല, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. അങ്ങനെ അഥാ തത്രാസിതാപാംഗീ വൈദഗ്ഭീ വൽഗുഭാഷിണി അസ്മരൽ സ്വസുതം നഷ്ടം സ്നേഹസ്നുതപയോധര. അഥാ സ്നേഹസ്നുതപയോധര, അതിനുശേഷം ആ സ്നേഹം കൊണ്ട് സ്തനങ്ങൾ
ചുരന്നിരുകൊണ്ടിരിക്കുന്ന രുക്മിണി എന്ന വൽഗുഭാഷിണി, വളരെ ഭംഗിയായി സംസാരിക്കുന്ന വൈദർഭി, വിദർഭയുടെ പുത്രി, അതുകൊണ്ട് വൈദർഭി എന്നറിയപ്പെടുന്നു. സീത വൈദേഹി എന്നറിയപ്പെടും, വിദേഹരാജാവിൻ്റെ മകളാണ്. ഇങ്ങനെയുള്ള അസിതാപാംഗി സുന്ദരിയായ ആ രുക്മിണി നഷ്ടം സ്വസുതം അസ്മരൽ, തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ പുത്രനെക്കുറിച്ച് ആലോചിച്ചു. തനിക്ക് മുമ്പ് കാണാതെ പോയ ആ പുത്രൻ ആണോ എന്ന് പോലും ആലോചിച്ചു. എന്നിട്ട് നോക്കുമ്പോൾ കോന്വയം നരവൈഡൂര്യ കസ്യവാ കമലേക്ഷണ ധൃതകയാവാജഠരേ കേയം ലബ്ധ ത്വനേനവാ. നരവൈഡൂര്യ, പുരുഷരത്നം, വൈഡൂര്യം അല്ലേ. അയം കോനു, ഇത് ആരാണ്. കമലേക്ഷണ, താമരക്കണ്ണനാണ്. കസ്യവ, ആരുടെ പുത്രനാണ്. കയാവ, ഏതൊരുത്തിയാൽ ജഠരേ ധൃത, ആരാണോ ഈ സുന്ദരനെ തൻ്റെ ഗർഭത്തിൽ ധരിച്ചത്. അനേന ലബ്ധ, ഇവനാൽ ലഭിക്കപ്പെട്ട. ഇയം കാവ, ഈ വന്നിരിക്കുന്ന ആള്, ഈ പെൺകുട്ടി കാവ, ആരാണ് എന്നിങ്ങനെ ആലോചിക്കണം. ഇതാരാണ്? തനിക്ക് നഷ്ടപ്പെട്ട പുത്രൻ തന്നെയാണോ? മമ ചാപ്യാത്മജോ നഷ്ടോ നീതോയ സൂതികാഗൃഹാൽ ഏതത്തുല്യവയോരൂപോ യതി ജീവതി കുത്രചിൽ. യതി ജീവതി കുത്രചിൽ, എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മമ ച, എൻ്റെയും ആത്മജഹ, പുത്രൻ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ആ ആള് യാ സൂതികാഗൃഹാൽ നീതം, എൻ്റെ പ്രസവമുറിയിൽ നിന്ന്, ആ പ്രസൂതി ഗൃഹത്തിൽ നിന്നും അപഹരിക്കപ്പെട്ട ആ ഉണ്ണിയാണോ? അങ്ങനെയാണെങ്കിൽ കുത്രചിത്ത് യതി ജീവതി, എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഏതത്തുല്യവയോരൂപോ, ഈ വന്നിരിക്കുന്ന ഈ സുന്ദരനായ യുവാവിനെ പോലെ തന്നെ വയസ്സും രൂപവും ഒക്കെ ഇതാവാൻ സാധ്യതയുണ്ട്. കാരണം ആകൃതി കൊണ്ടും വയസ്സുകൊണ്ടും എല്ലാം എൻ്റെ മകനെ പോലെ ഇരിക്കുന്നു. കാരണം കഥം ത്വനേന സംപ്രാപ്തം സാരൂപ്യം ശാർംഗധന്വന ആകൃത്യ അവയവൈർഗത്യ സ്വരഹാസാവലോകനൈ. ആകൃത്യ അവയവൈ ഗത്യ സ്വരഹാസാവലോകനൈ, എല്ലാം കൊണ്ടും, ആകൃതി കൊണ്ട്, അവയവങ്ങളുടെ ആ സാമ്യം കൊണ്ട്, ഗത്യ ആ നടത്തം കൊണ്ട്, സ്വരം, ഹാസം, നോട്ടം, ഇതൊക്കെ അനേന ശാർംഗധന്വന സാരൂപ്യം കഥം, എങ്ങനെയാണ് ശാർംഗം എന്ന വില്ല് ധരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ ശ്രീകൃഷ്ണൻ്റെ ആ രൂപം എങ്ങനെയാണ് എന്ന് ആലോചിക്കുന്നു. സയേവ വാ ഭവേന്നൂനം യോ മേ ഗർഭേ ധൃതോർഭക അമുഷ്മിൻ പ്രീതിരധിക വാമസ്ഫുരതി മേ ഭുജ. തൻ്റെ ആ രുക്മിണീ സ്വയംവരം എന്നുള്ള ഭഗവാന്റെ ലീലയിൽ അതിന് മുന്നോടിയായിട്ട് തൻ്റെ ഇടതുഭാഗം തുടിച്ചു. അതേപോലെ തന്നെ ഇപ്പതാ എൻ്റെ ഇടതുഭാഗം വല്ലാതെ തുടിക്കുന്നു. മേ ഗർഭേ, എൻ്റെ ഗർഭത്തിൽ യാ അർഭക, ഏതൊരു ബാലനാണോ ധരിക്കപ്പെട്ടത്, സ ഏവ, അത് ഇവൻ തന്നെ. ഭവേദ്വാനൂനം, ആയിരിക്കാം, ഉറപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിലും ചെറിയൊരു സംശയം. അമുഷ്മിൻ പ്രീതി, ഇവനിൽ എനിക്ക് വല്ലാത്തൊരു വാത്സല്യം തോന്നുന്നു. ബാക്കി എല്ലാവരും കൃഷ്ണനാണെന്ന് വിചാരിച്ച് ലജ്ജയോടുകൂടി നിന്നപ്പോൾ രുക്മിണിക്ക് ലജ്ജയല്ല, മറിച്ച് വല്ലാത്തൊരു വാത്സല്യം തോന്നി. അതോടൊപ്പം തന്നെ മേ വാമ ഭുജ, എൻ്റെ ഇടത് കയ്യ് തുടിക്കണു. ഇപ്പം ഇടത് ഭാഗം തുടിക്കണത് നല്ല നിമിത്തമാണ്. ഇതിനു മുമ്പ് തുടിച്ചത് വാമ ഊരുർ ഭുജോ നേത്രം അസ്ഫുരൻ പ്രിയഭാഷിണ എന്ന് നമ്മൾ രുക്മിണീ സംവരത്തിന് മുന്നോടിയായിട്ട് കേട്ടു. ഏതായാലും ഏവം മീമാംസമാനായാം വൈദഭ്യാം ദേവകീസുത ദേവക്യാനഗതുന്ദുഭ്യാമുത്തമശ്ലോക ആഗമൽ. വൈദഭ്യാം ഏവം മീമാംസമാനായാം, ആ വൈദർഭി രുക്മിണി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉത്തമശ്ലോകനായ ദേവകീസുത ശ്രീകൃഷ്ണൻ ദേവയ്ക്ക് ആനഗതുന്ദുഭ്യാം ആഗമൽ, ദേവകി ആനഗതുന്ദുഭിയായ ആ വസുദേവർ എന്നിവരോടുകൂടി അവിടേക്ക് കടന്നു വന്നു.
വിജ്ഞാതാർത്ഥോപി ഭഗവാൻ തൂഷ്ണീമാസ ജനാർദ്ദന നാരദോ അകഥയൽ സർവം ശംബരാഹരണാധികം. വിജ്ഞാതാർത്ഥ അപി എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ അല്ലേ. ഭഗവാൻ ജനാർദ്ദന ആ ശ്രീകൃഷ്ണൻ തൂഷ്ണീം ആസ ഒന്നും മിണ്ടിയില്ല. ആ സമയത്ത് ശംബരാഹരണാധികം ശംബരനാൽ അപഹരിക്കപ്പെട്ട കഥ സർവം എല്ലാ കാര്യങ്ങളും നാരദോ അകഥയൽ നാരദ അകഥയൽ നാരദൻ അവിടെ വന്ന് പറഞ്ഞു. നാരദനാണ് ആ കാര്യങ്ങൾ പുത്രാദി വിയോഗം കൊണ്ട് ശോകം, ലാഭത്തിൽ ഹർഷം, ഇത് രണ്ടും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഭഗവാൻ മിണ്ടാതിരുന്നത്. പ്രദ്യുമ്നനെ കാണാതായ സമയത്ത് ദുഃഖിച്ചിട്ടില്ല ഭഗവാൻ, പ്രദ്യുമ്നൻ വന്ന സമയത്ത് സന്തോഷിച്ചിട്ടുമില്ല. മനുഷ്യൻ ഇങ്ങനെ വേണം എന്ന് കാണിച്ചു തരികയാണ്. സാമാന്യ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കണം. ഭാഗവതം ഓരോ കഥാസന്ദർഭങ്ങളിലൂടെയും ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നും ആ പുറത്താക്കാതെ ഈ രീതിയിലൊന്നും ഭഗവാനിൽ നിന്ന് ഒരു വികാര വിക്ഷോഭങ്ങളും ഉണ്ടായില്ല. അതിനുശേഷം തച്ഛ്രുത്വാ മഹദാശ്ചര്യം കൃഷ്ണാന്തപുരയോഷിത അഭ്യനന്ദൻ ബഹൂനബ്ദാൻ നഷ്ടം മൃതമിവാഗതം. കൃഷ്ണാന്തപുരയോഷിത കൃഷ്ണൻ്റെ അന്തപുരത്തിലുള്ള സ്ത്രീകൾ മഹദാശ്ചര്യം തത് ശ്രുത്വ വളരെ ആശ്ചര്യമുള്ള ഈ നാരദൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് ബഹൂനബ്ദാൻ വളരെ കാലങ്ങളായി വളരെ വർഷങ്ങളായി നഷ്ടം മൃതം ആഗതം ഇവ കാണപ്പെടാതിരുന്ന ആ ആളെ കണ്ടപ്പോൾ മരിച്ചവൻ ആഗതം ഇവ മരിച്ച ആൾ തിരിച്ചു വന്നതുപോലെ അഭ്യനന്ദൻ അതിനെ അഭിനന്ദിച്ചു. വലിയ സന്തോഷമായി അവർക്ക്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ശ്രീകൃഷ്ണ പുത്രൻ രുക്മിണിയുടെ പുത്രൻ തിരിച്ചു വന്നിരിക്കുന്നു. മരിച്ചുപോയി എന്ന് വിചാരിച്ചു, തിരിച്ചു വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. ദേവകി വസുദേവശ്ച കൃഷ്ണരാമോ തഥാ സ്ത്രീയാ ദമ്പതി തൗ പരിഷ്വജ്യ രുക്മിണീ ച യയുർമുദം. ദേവകി വസുദേവര് കൃഷ്ണരാമോ കൃഷ്ണനും രാമനും തഥാ സ്ത്രീയ അതേപോലെയുള്ള ആ ദ്വാരകയിലെ മറ്റ് സ്ത്രീകൾ രുക്മിണിയൊക്കെ തന്നെ ദമ്പതീതൗ ദമ്പതികളായ ഭാര്യാഭർത്തക്കന്മാരായ അവരെ പരിഷ്വജ്യ ആലിംഗനം ചെയ്തു. മുദം യയു അവിടെ സന്തോഷത്തെ പൂണ്ടു എന്ന് പറയുന്നു. എല്ലാവർക്കും വലിയ സന്തോഷമായി. രാമനും കൃഷ്ണനും ദേവകിയും വസുദേവനും രുക്മിണിയും തന്നെയല്ല അവിടെയുള്ള ആളുകളൊക്കെ ഇവരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. നഷ്ടം പ്രദ്യുമ്നമായാതമാകർണ്യദ്വാരകൗകസ അഹോ മൃത ഇവായാതോ ബാലോ ദിഷ്ട്യേതിഹാബ്രുവൻ. അവർ പറയുകയാണ്, ദ്വാരകയിലുള്ള ആളുകളൊക്കെ അറിഞ്ഞു വിവരം. നഷ്ടം പ്രദ്യുമ്നം ആയാതം നഷ്ടപ്പെട്ട പ്രദ്യുമ്നൻ തിരിച്ചു വന്നു എന്ന് കേട്ടിട്ട് അഹോ ആശ്ചര്യം മൃത ഇവ മരിച്ചവൻ എന്നതുപോലെ ബാലഹ ആ കുട്ടി ദിഷ്ട്യാ ആയാത നമ്മുടെ ഭാഗ്യം കൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് അവരൊക്കെ പറയുന്നു. അങ്ങനെ ഒരു സാധാരണ ഒരു ഗൃഹത്തിൽ നടക്കാവുന്നതൊക്കെ അവിടെ കാണിച്ചു തരുന്നു. അവിടെ ഭഗവാന്റെ ആ കാര്യങ്ങളിലുള്ള നിർമ്മമത്വം അതവിടെ വേണ്ടതുപോലെ കാണാനായിട്ട് സാധിക്കുന്നു. യം വൈ മുഹു പിതൃസ്വരൂപ നിജേശഭാവാസ്തന്മാതരോ യദഭജൻ രഹരൂഢഭാവ ചിത്രം നതൽ ഖലു രമാസ്പദ ബിംബബിംബേ കാമേ സ്മരേക്ഷി വിഷയേ കിമുദാന്യനാര്യ. പിതൃസ്വരൂപ നിജേശഭാവ അച്ഛന് തുല്യമായ ആ നിജമായ നിജസ്വാമി എന്ന ഭാവത്തോടുകൂടി തന്മാതരഹ അവൻ്റെ അമ്മമാര് ഊഢഭാവ അധികരിച്ച അനുരാഗമുണ്ടായി എന്നാണ്. യം വൈ ആരെയാണോ മുഹു രഹ അഭജൻ ഏകാന്തത്തിൽ ഭജിച്ചത് രമാസ്പദ ബിംബബിംബേ ലക്ഷ്മീദേവിയുടെ ആസ്പദമൂർത്തിയുടെ പ്രതിബിംബം ശ്രീകൃഷ്ണനെ പോലെ തന്നെ എന്താണോ കൃഷ്ണൻ അത് തന്നെ പ്രദ്യുമ്നൻ. അങ്ങനെയുള്ള ആ സ്മരയെ ആ സ്മരണമാത്രയിൽ തന്നെ മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്ന കാമേ ആ മന്മഥനിൽ അക്ഷിവിഷയെ ദൃഷ്ടിഗോചരനായിരിക്കുമ്പോൾ കാണുന്ന സമയത്ത് തച്ചിത്രം നഖലു അതിലൊരു അത്ഭുതമില്ല. കാരണം അന്യനാര്യാകിമോ മറ്റുള്ള ആളുകൾക്ക്
തോന്നി എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമില്ല. കാരണം എന്താ, ഭഗവാന്റെ പത്നിമാർ പോലും പലപ്പോഴും ഇത് ശ്രീകൃഷ്ണൻ തന്നെ എന്ന് വിചാരിച്ച് അവർക്ക് അനുരാഗമുണ്ടായി പ്രദ്യുമ്നനെ കണ്ടപ്പോൾ എന്നാണ്. ശ്രീദേവി കൂടി വിട്ടുപിരിയാതിരിക്കത്തക്ക സൗന്ദര്യമുള്ള ശ്രീകൃഷ്ണൻ, ആ ശ്രീകൃഷ്ണൻ്റെ പ്രതിബിംബം പോലെ പ്രദ്യുമ്നൻ. അങ്ങനെ സ്മരണമാത്രയിൽ തന്നെ എന്തിന് മഹാദേവനും ബ്രഹ്മാവിനും പോലും അവരുടെയൊക്കെ മനസ്സിനെ ആ മോഹിപ്പിക്കുന്ന മന്മഥൻ്റെ അവതാരം കൂടിയാണത്. അതുകൊണ്ട് നേരിട്ട് കാണുമ്പോൾ മാതൃചിത്വത്തിൽ പോലും ഇത്തരത്തിലുള്ള വികാരമുണ്ടായെന്ന് പറഞ്ഞാൽ അത്രയും സുന്ദരനായിരുന്നു പ്രദ്യുമ്നൻ എന്ന് പറഞ്ഞും കൊണ്ടാണ് ആ 55-ാമത്തെ അധ്യായം പ്രദ്യുമ്നോൽപ്പത്തി എന്ന അധ്യായത്തെ അവിടെ സമർപ്പിക്കുന്നത്. നാളെ സ്യമന്തകോപാഖ്യാനത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു
രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.